അതൊരു മില്ല ഇവിടെ പിന്നെ അവിടെ വേറൊരു വീട് കയറുന്നത് അതിന്റെ ബാക്കിൽ ഒരു തോടാണ്. അത് വേറൊരു വീട് ഒന്നുമില്ല. അത് ബാക്ക് സൈഡിൽ മാത്രം അല്ലെങ്കിൽ മെയിൻ റോഡിൽ മെയിൻ റോഡ് സെക്കൻഡ് റോ ആണ്, ഫസ്റ്റ് റോ അല്ല. ഈ വീടിന്റെ ബാക്കിലെ വീട് ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ മെയിൻ റോഡ് വേറെ പിന്നെ അടച്ചിട്ട് വീട് എല്ലാവരും ആ സമയത്ത് ഉറങ്ങിയിട്ടുണ്ട്. 12 മണി ഉറങ്ങിയില്ല. അതിനുശേഷം ചെറുതായിട്ട് ഉറങ്ങിയോ, പക്ഷെ ഒറ്റയായിട്ടോ ഞങ്ങൾ എഴുന്നേറ്റു. പെട്ടെന്ന് വന്നു. മുകളിലൊക്കെ പൊളിക്കാൻ പറ്റില്ല. പെട്ടെന്ന് എല്ലാ ലൈറ്റും ഇട്ടു, ഫുൾ ലൈറ്റുകൾ ഇട്ടപ്പോൾ അവർ പോയത്. പിന്നെ ബ്രദറിനെ വിളിച്ചു വരുത്തി. ഞങ്ങൾ പുറത്തിറങ്ങി സെർച്ച് ചെയ്തു. അപ്പോഴൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ പറയുകയാണെങ്കിൽ 2:38 അടുത്ത വീട്ടിലുണ്ടായിരുന്നു. അവിടുത്തെ CCTV ഫുട്ടേജ് 2:25 ഞങ്ങൾ പുറത്തുണ്ട്. 2:38 അവർ അപ്പുറത്തെ വീട്ടിലുണ്ട്. ഞാൻ കിയയിലാണ് അസിസ്റ്റന്റ് മാനേജറാണ്. ഹരികൃഷ്ണ. വീട്ടിലാരാണ്? എത്ര പേരുണ്ടോ ആ സമയത്ത്? 5 പേര്. ഞാൻ രണ്ടുപേരും, പിന്നെ 2 കുട്ടികളും, അമ്മയുടെ അമ്മയുണ്ട് അവിടെ. ശരി, പെട്രോളിംഗ് നല്ല രീതിയിൽ ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ഉടൻ തന്നെ ടീമുണ്ട് ഞങ്ങൾ. ആദ്യം 12:50. എത്ര ദൂരമാണ്? തൊട്ടപ്പുറത്തെ വീടാണ്. അന്ന് ഇവർ ആരും ഉണ്ടായില്ല, വീട് അടച്ചിട്ടിരുന്നു. അപ്പൊ അവര് ചെറിയൊരു മറ പിടിക്കാൻ ഒരു കുട വരാതിരുന്ന കുട വെച്ചിട്ട് ഇങ്ങനെ പറയും. അതിന്റെ വീഡിയോ ഇതിലുണ്ടായിരുന്നു. ബാക്കിലാണ്. ഇതിലേ പോകണം. ഇതിന്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ഞങ്ങളുടെ ബാൽക്കണിയിലൊക്കെ കയറിയിട്ടുണ്ട്. ഏരിയ നന്നായി അറിയാമുള്ള ആളാണ്. അതോ അങ്ങനെ ചുമ്മാ നിങ്ങൾ ലോക്കൽ ഏരിയ അറിയാമുള്ള ആളാണ്. അല്ലെങ്കിൽ ആരെങ്കിലും നല്ല രീതിയിൽ രേഖി ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു പ്രായമായിട്ടുള്ള സ്ത്രീയുടെ ഫസ്റ്റ് ഇറങ്ങിയ വീഡിയോ ഇതാണ് പറയുന്നത്. ഈ മതിൽ ചാടി നേരിട്ട് 2 വീടുകളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പേടിക്കണ്ട. എല്ലാ പോലീസ് പെട്രോളിംഗ് ഇവിടെ അതെ വന്നോളൂ. വന്നപ്പോൾ